Next, water pollution by soaps and detergents. നമുക്കറിയാം ധാരാളം ആൾക്കാരുണ്ട് ഇപ്പോഴും അല്ലെ സോപ്പും ഡിറ്റർജന്റ് ഒക്കെ ഉപയോഗിച്ചിട്ട് വാട്ടർ സോഴ്സസിൽ ഇപ്പോൾ കുളത്തിലോ അല്ലെങ്കിൽ ചെറിയ പുഴയിലോ ഒക്കെ പോയിട്ട് കഴുകണവരൊക്കെ ഉണ്ട്. അതുപോലെ ചിലപ്പോൾ പല ഇൻഡസ്ട്രികളിൽ നിന്നൊക്കെയുള്ള വേസ്റ്റ് വരുന്നത് ഈ വാട്ടർ സോഴ്സിലേക്കായിരിക്കാം. ഇപ്പോൾ ഡിറ്റർജൻസോ സോപ്സോ ഒക്കെ അങ്ങനെ ഉണ്ടാക്കുന്ന ഇൻഡസ്ട്രീസും ഉണ്ടാവും അല്ലേ. അപ്പോൾ അവിടെ നിന്നൊക്കെ വേസ്റ്റ് വാട്ടർ ബോഡീസിലേക്കൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. സോ ഇപ്പോൾ എങ്ങനെയൊക്കെയാണ് ഈ സോപ്സും ഡിറ്റർജൻസും വാട്ടറിനെ പൊല്യൂട്ട് ചെയ്യുന്നത്? സോപ്സ് അത്ര തന്നെ ഹാനികരല്ല, ബിക്കോസ് ദേ ആർ ഈസിലി ഡിഗ്രേഡഡ് ബൈ ദ മൈക്രോ ഓർഗാനിസംസ് ആൻഡ് ഹെൻസ് may not pose much serious problem to the water sources. But when they are hydrolyzed to the corresponding fatty acids, അത് സോപ്സ് ഹൈഡ്രോലൈസ് ചെയ്തിട്ട് ഫാറ്റി ആസിഡ്സ് ആയിട്ട് മാറുമ്പോൾ ഇറ്റ് വിൽ ഇൻക്രീസ് ദ ഓർഗാനിക് കണ്ടന്റ് ഓഫ് വാട്ടർ. വാട്ടറിന്റെ ഓർഗാനിക് കണ്ടന്റ് കൂട്ടുകയും ചെയ്യുന്നു. അപ്പോൾ ഓർഗാനിക് കണ്ടന്റ് കൂടിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? നമ്മൾ മുൻപേ കണ്ടതാണ്, വാട്ടറിലുള്ള ഓക്സിജൻ ഗെറ്റ്സ് ഡിപ്ലീറ്റഡ്. ഓക്സിജൻ ഡിപ്ലീറ്റഡ് ആയി കഴിഞ്ഞാൽ വാട്ടറിലെ അക്വാട്ടിക് ഓർഗാനിസംസിന് മതിയായ ഓക്സിജൻ കിട്ടില്ല, ആൻഡ് ഇറ്റ് ലീഡ്സ് ടു ദ ഡിസ്ട്രക്ഷൻ ഓഫ് ദിസ് അക്വാട്ടിക് ഓർഗാനിസംസ്. അപ്പോൾ സോപ്സ് ഇറ്റ്സെൽഫ് അത്ര സീരിയസ് അല്ല, but when they are hydrolyzed to the corresponding fatty acids, they will increase the organic content of the water sources. Then next category detergents ആണ് അല്ലേ. Detergents belonging to the category TPBS. TPBS എന്ന് പറഞ്ഞാൽ ടെട്രാ പ്രൊപ്പിലീൻ ബെൻസീൻ സൾഫോണേറ്റ്. അതിന്റെ ഫുൾ ഫോം നിങ്ങൾക്ക് അറിയണം. അത് ഗ്രേറ്റസ്റ്റ് ഡിസഡ്വാൻറ്റേജ് ആണ് വാട്ടർ സോഴ്സസിന് ഉണ്ടാക്കുന്നത്, ബിക്കോസ് ദേ ആർ നോട്ട് ഫുള്ളി ബയോഡിഗ്രേഡബിൾ ബൈ മൈക്രോ ഓർഗാനിസംസ്. അപ്പം അത്തരത്തിലുള്ള ഈ TPBS ഒന്നും ഒരിക്കലും മൈക്രോ ഓർഗാനിസംസിന് കംപ്ലീറ്റ് ആയിട്ട് ഡീഗ്രേഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് വാട്ടറിൽ എപ്പോഴും ഹാംഫുൾ ആയിട്ടുള്ള ഇഫക്ട്സ് ആണ് ഉണ്ടാക്കുന്നത്. ഓക്കെ, സോ സച്ച് ഡിറ്റർജൻസ് ഡു ആൻ എക്സലന്റ് ജോബ് ഓഫ് ക്ലീനിങ്. നമുക്കറിയാം നമ്മുടെ വീട്ടിലൊക്കെ ക്ലീനിങ് പർപ്പസിന് കൂടുതൽ ഉപകാരപ്രദമായിട്ടുള്ള ഡിറ്റർജൻസ് ആണ് സോപ്പിനേക്കാളും. പക്ഷേ അതിന് പല പല ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. ആൻഡ് വെൻ ദേ ആർ ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ടു ദ വാട്ടർ ബോഡീസ് ദേ വിൽ പെർസിസ്റ്റ് ഫോർ എ ലോങ് ടൈം ഇൻ വാട്ടർ. ധാരാളം സമയം കാലങ്ങൾ അത് വെള്ളത്തിൽ പെർസിസ്റ്റ് ചെയ്യും. ആൻഡ് ദിസ് ഡിറ്റർജൻസ് ബിലോങ്ങിങ് ടു ദ ലീനിയർ ആൽക്കൈൽ ബെൻസിൻ സൾഫോണേറ്റ് LAS ക്ലാസ് and non-ionic esters of sucrose are much more biodegradable. TPBS-നെ അപേക്ഷിക്കുമ്പോൾ LAS, അതായത് ലീനിയർ ആൽക്കൈൽ ബെൻസിൻ സൾഫോണേറ്റ് എന്നാണ് പറയുക, അതും നോൺ അയോണിക് എസ്റ്റേഴ്സ് ഓഫ് സൂക്രോസ് ഒക്കെ ഉണ്ട്. അതൊക്കെ ഡിറ്റർജൻസിന്റെ കാറ്റഗറിയാണ്. അതൊക്കെ കമ്പാരിറ്റീവ്ലി കുറച്ചും കൂടി ബയോഡിഗ്രേഡബിൾ ആണ്. ഓൾസോ ദ പ്രസൻസ് ഓഫ് ഡിറ്റർജൻസ് ക്യാൻ ഫോം ഫോംസ് അല്ലെ. അപ്പം അത് സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ്സിലൊക്കെ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല ഈ വാട്ടർ ബോഡീസിന്റെ ഒക്കെ എയറേഷൻ, അതിൽ ഓക്സിജൻ കണ്ടന്റ് ഒക്കെ കുറയ്ക്കാനുള്ള സാധ്യതയുണ്ട്. എയറേഷൻ റേറ്റ്സ് ഇൻ റിവേഴ്സ് ഇസ് റെഡ്യൂസ്ഡ് മച്ച് ബൈ ദ പ്രസൻസ് ഓഫ് ഈവൻ ആസ് ലോ ആസ് 0.5 ppm ക്വാണ്ടിറ്റീസ് ഓഫ് ഡിറ്റർജൻസ്. അപ്പോൾ വാട്ടർ ബോഡീസിലെ എയറേഷന്റെ ലെവലൊക്കെ വളരെയധികം കുറയ്ക്കുന്നു. ആൻഡ് this leads to anaerobic conditions. Anaerobic conditions ആവും എയർ പോയ അല്ലെ. അപ്പോൾ accumulation of toxic substances like hydrogen sulfide can also accumulate in water. So ഡിറ്റർജൻസിന്റെ ബയോഡിഗ്രേഡേഷൻ എന്ന് പറയുന്നത് വളരെയധികം ബുദ്ധിമുട്ടാണ്. Then phosphate containing detergents causes eutrophication in receiving waters. ഫോസ്ഫേറ്റ് നൈട്രോജൻ ഒക്കെ ഉണ്ടെങ്കിൽ അത് യൂട്രോഫിക്കേഷന് കോസ് ആവും നമ്മൾ മുൻപേ പഠിച്ചു. അതാണ് ഇവിടെയും പറഞ്ഞിരിക്കുന്നത്. So, what are the main adverse effects? Then again a point, deposition of calcium salts of detergents impedes the flow of water through soil since they form a gel-like layer. ഇപ്പോൾ കാൽഷ്യം ഡെപ്പോസിറ്റ്സ് ഒക്കെ വാട്ടറിൽ ഡിറ്റർജൻസിൽ ഉള്ളത് വാട്ടറിലായി കഴിഞ്ഞാൽ അത് സോയിലിൽ കൂടെ പെനിട്രേറ്റ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ്. ആൻഡ് ദേ വിൽ ഫോം എ ജെൽ-like layer. And most importantly, detergents can cause a variety of acute and long-term effects on various organisms. വളരെ അക്യൂട്ട് ആയിട്ടുള്ള പല കാര്യങ്ങളും അത് ഓർഗാനിസംസിലെ ഉണ്ടാക്കുന്നു. ആൻഡ് they will impair the selective permeability of the cell membranes. They will interact with the enzymes and causes alteration in the infrastructure of the cell. And they can damage the sensory organs of many organisms, affecting their food search and capturing capacity. അപ്പോൾ ഇതൊക്കെ ജസ്റ്റ് ഡിറ്റർജൻസിന്റെ അഡ്വേഴ്സ് ഇഫക്ട്സ് ആണ് പറയുന്നത്. അതായത് എൻസൈംസിനായിട്ട് ഇന്ററാക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്, സെൽ മെംബ്രെയിൻസിനായിട്ട് ഇന്ററാക്ട് ചെയ്യാം,
ദെൻ അത് നമ്മുടെ സെൻസറി ഓർഗൻസിനൊക്കെ എഫക്റ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഫുഡ് മീൻസ് മണോ ടേസ്റ്റോ ഒന്നും മനസ്സിലാവാണ്ടായി കഴിഞ്ഞില്ലേ, അങ്ങനത്തെ അഡ്വേഴ്സ് ഇഫക്ട്സ് ഒക്കെ ഉണ്ടാക്കാനായിട്ട് ഡിറ്റർജൻസിന് സാധിക്കും. അപ്പോൾ അതാണ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്. ദെൻ നെക്സ്റ്റ് കാറ്റഗറി ഈസ് പെസ്റ്റിസൈഡ്സ്. So the pesticides like DDT, chlordane, lindane, malthion, parathion, Baygon, etc. enter our water bodies mainly by agricultural runoff, deposition from air and by direct sprays to kill mosquitoes and other pests. ഇപ്പോൾ പെസ്റ്റിസൈഡ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അഗ്രികൾച്ചറൽ റൺ ഓഫ് എന്നാണ് മെയിൻലി വരുന്നത്. മാത്രമല്ല ഈ അഗ്രികൾച്ചറൽ ചെടിയുമലൊക്കെ വരുന്ന പെസ്റ്റിനെ അതുപോലെ മോസ്കിറ്റോസിനൊക്കെ കില്ല് ചെയ്യാനും ഒക്കെ ആയിട്ട് പലതരത്തിലുള്ള പെസ്റ്റിസൈഡ്സും നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ പെസ്റ്റിസൈഡ്സ് ഒക്കെ എന്തെങ്കിലും കാരണവശാൽ ഇത് വെള്ളത്തിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആ വെള്ളത്തിലുള്ള ബാക്ടീരിയ അല്ലെങ്കിൽ ഫൈറ്റോ പ്ലാങ്ക്ടൻസ് അല്ലെങ്കിൽ അക്വാട്ടിക് ഓർഗാനിസംസ് ഒക്കെ അതിനെ കൺസ്യൂം ചെയ്യും. അങ്ങനെ അതിനെ കൺസ്യൂം ചെയ്ത് നമ്മൾ കേട്ടിട്ടുണ്ട് ഈ എന്താണ് ഫുഡ് ചെയിൻ എന്നൊക്കെ കേട്ടിട്ടില്ലേ. അപ്പോൾ വളരെ താഴേക്കിടയിലുള്ള ലോവർ ലെവലിലുള്ള ഓർഗാനിസംസ് ആണ് ഇതൊക്കെ. അപ്പോൾ ഈ ഫൈറ്റോ പ്ലാങ്ക്ടൻസിനെ ഈ ഇത്തരത്തിലുള്ള പെസ്റ്റിസൈഡ്സ് അബ്സോർബ് ചെയ്ത ഫൈറ്റോ പ്ലാങ്ക്ടൻസിനെ ആയിരിക്കും ചിലപ്പോൾ എന്തെങ്കിലും ഫിഷ് തിന്നുക. ആ ഫിഷിനെ എന്ത് ചെയ്യും, നമ്മൾ വാങ്ങി കറി വെച്ച് കഴിക്കും. അപ്പോൾ ബൈ ദ പ്രോസസ് ഓഫ് മയോമാഗ്നിഫിക്കേഷൻ the concentration of pesticide residues increases on moving up in the food chain. അതായത് ഹയർ ലെവലിലേക്ക് പോകുന്തോറും താഴത്തെ സാധനമാണ് ഇത് അബ്സോർബ് ചെയ്യുന്നത്, പക്ഷെ അതിനെ വേറൊരു സാധനം കൺസ്യൂം ചെയ്തു, ആ കൺസ്യൂം ചെയ്തതിനെ മറ്റൊരു സാധനം കൺസ്യൂം ചെയ്തു, അതിനെ വേറൊരാൾ കൺസ്യൂം ചെയ്തു അല്ലെ. അപ്പൊ അങ്ങനെ ആ ഫുഡ് ചെയിനിൽ ഇൻക്രീസ് ചെയ്ത് വരുമ്പോഴേക്കും ഈ പെസ്റ്റിസൈഡ് റെസിഡ്യൂസിന്റെ ഒക്കെ കോൺസെൻട്രേഷൻ കൂടി വരികയാണ് ചെയ്യുക. അപ്പൊ അതുകൊണ്ട് തന്നെ മാനിലേക്കൊക്കെ എത്തുമ്പോഴേക്കും അത് വെരി ഹൈ കോൺസെൻട്രേഷൻ ആവാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. And in humans, the pesticide residues persist in various parts of the body. The chlorinated hydrocarbons, they can mainly affect. അതൊരു പെസ്റ്റിസൈഡ്സ് ആണ്, പെസ്റ്റിസൈഡിന്റെ കാറ്റഗറിയാണ് chlorinated hydrocarbons. They can affect the central nervous system, the circulatory system and the reproductive system and can cause cancers, hypertension, sterility, damage to kidney and even death. ഇതിനൊക്കെ വഴിവെക്കാനുള്ള സാധ്യതയുണ്ട് പെസ്റ്റിസൈഡ്സ്. കുറച്ച് ടോക്സിക് ഇഫക്ട്സ് ഇവിടെ പോയിന്റ് വൈസ് ആയിട്ട് കാറ്റഗറൈസ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് വൺ, excessive concentration of chlorinated hydrocarbon pesticides in human tissues cause hormonal imbalance, cancer of the organ, leukemia, etc. Then organophosphate pesticides, they will interfere with the transmission of nerve impulses causing unconditioned tremors, spasms, convulsions, paralysis. അതായത് നെർവ് ഇമ്പൾസുകളിനൊക്കെ തകരാറായി കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ആഫ്റ്റർ ഇഫക്ട്സ് ആണ് ഈ എണ്ണമിട്ട് പറഞ്ഞിരിക്കുന്നത്. ഫൈനലി അത് പാരാലിസിസിലേക്ക് വഴിവെക്കുന്നു. അതുപോലെ നമ്മുടെ ശരീരത്തിലുള്ള പ്രൊഡക്ഷൻ ഓഫ് ദ സെക്സ് ഹോർമോൺസിനെയൊക്കെ അത് ഇഫക്റ്റ് ചെയ്യുന്നു ആൻഡ് ക്യാൻ ലീഡ് ടു സ്റ്റെറിലിറ്റി. And the high concentration of pesticides in pregnant women can lead to abortions. And even if they give birth to their babies, the babies can face deformities. അംഗവൈകല്യങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. Then the pesticides can also cause hypertension and it can also cause damage to the kidneys. And if the pesticide concentration is very high, it can even lead to the death of the organism. So, the pesticides exert much toxicity on the organisms, microorganisms, aquatic organisms, plants, animals and birds and causing even their death. അപ്പോൾ അതുകൊണ്ട് തന്നെ പല എക്സാമ്പിൾസും പറഞ്ഞിട്ടുണ്ട്. പലതരത്തിലുള്ള ടൈപ്സ് ഓഫ് ഫിഷ്, ക്രാബ്സ് അതൊക്കെ കംപ്ലീറ്റ് ആയിട്ട് വൈപ്പ് ഔട്ട് ചെയ്ത് കഴിഞ്ഞു, അല്ലെങ്കിൽ അതിൻ്റെ പോപ്പുലേഷൻ ഡിക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ എർത്തിൽ തന്നെ ബിക്കോസ് ഓഫ് പെസ്റ്റിസൈഡ് പൊല്യൂഷൻ. അതുപോലെ ഇവിടെ ഒരു ഇൻസിഡന്റ് കോട്ട് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്കറിയാം എൻഡോസൾഫാൻ്റെ കാര്യങ്ങൾ. നമ്മൾ ഇപ്പോഴും ടി വിയിൽ അതിൻ്റെ ടോക്സിക് ഇഫക്ട്സിനെ കുറിച്ചിട്ട് കാണുന്നതാണ്. കാസർഗോഡ്, കേരളത്തിലെ കാസർഗോഡ് ഡിസ്ട്രിക്റ്റിലെ കാഷ്യൂ പ്ലാന്റേഷൻസിനെ യൂസ് ചെയ്തതാണ് പെസ്റ്റിസൈഡ് ആയിരുന്നു എൻഡോസൾഫാൻ. അത് 1978 തൊട്ടിട്ട് 2001 വരെ കണ്ടിന്യൂസ് ആയിട്ട് എൻഡോസൾഫാൻ സ്പ്രേ ചെയ്തിരുന്നു കാഷ്യൂ പ്ലാന്റേഷൻസിലെ കാസർഗോഡിലെ. അവിടുത്തെ ആൾക്കാർ വളരെയധികം ബുദ്ധിമുട്ട് സഹിച്ചിട്ടുണ്ട് ഇത്തരത്തിലുള്ള ഒരു പെസ്റ്റിസൈഡ് സ്പ്രേ ചെയ്യുന്നതുകൊണ്ട്.
മാത്രമല്ല പല പല ഡിസീസ്, എൻലെസ് ആയിട്ടുള്ള ഹ്യൂമൻ സഫറിങ്സ് ഒക്കെ ഇപ്പോഴും ടി വി വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇപ്പോഴും അന്നത്തെ ആൾക്കാർക്ക് ബാധിച്ചത് പോട്ടെ, ഇപ്പോഴും അവിടെ ജനിക്കണ കുഞ്ഞുങ്ങൾക്ക് അംഗവൈകല്യം ആയിട്ടാണ് ജനിക്കുന്നത് പലരും. അത് The effects suffered by the victims included mental retardation, physical damages, deformities, cancer, birth disorder, infertility, cerebral palsy, epilepsy, damages to the brain and nervous system. It also destroyed the biodiversity of the area. ആ ഏരിയനെ മൊത്തമായിട്ട് ഇപ്പോഴും എൻഡോസൾഫാൻ്റെ സ്പ്രേയും ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരിപ്പോഴും അതിൻ്റെ തിക്തഫലങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വളരെ സീരിയസ് ആയിട്ട് കാണേണ്ട ഒരു പൊല്യൂഷനാണ് പെസ്റ്റിസൈഡ് പൊല്യൂഷൻ. അത് വളരെ എളുപ്പത്തിൽ നമ്മുടെ ശരീരത്തിലേക്ക് എത്തും. വാട്ടർ ബോഡീസിൽ കൂടെയാണ് അത് എത്തുന്നത്. നമ്മൾ നേരത്തെ കണ്ടു, അതായത് ബയോ മാഗ്നിഫിക്കേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് ലോവർ ഫുഡ് ചെയിൻ ഹയർ ലെവലിലേക്ക് വരുന്തോറും അതിൻ്റെ കോൺസെൻട്രേഷൻ കൂടി വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ആസ് എ റിസൾട്ട് നമ്മുടെ മനുഷ്യരിലേക്ക് എത്തുമ്പോഴേക്കും അതിൻ്റെ കോൺസെൻട്രേഷൻ കൂടാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വളരെയധികം നിയന്ത്രിക്കേണ്ടതായിട്ടുള്ള ഒരു പൊല്യൂഷനാണ് പെസ്റ്റിസൈഡ് പൊല്യൂഷൻ.